ഫസ്റ്റ് ടോപ്പിക്ക് ഗ്രീൻസ് തിയറം. ഗ്രീൻസ് തിയറം. ഓക്കെ, ഞാൻ ഈ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങളെല്ലാം ബുക്കിനകത്ത് അപ്പം തന്നെ എഴുതി പോവുക. ലെറ്റ് സി ബി എ continuous curve in xy plane and R is the region bounded by the curve C, then integral over C f dx plus g dy is equal to double integral over R dou g by dou x minus dou f by dou y dx dy. ഇതാണ് ഗ്രീൻസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അതായത് സി എന്ന് പറയുന്ന ഒരു കർവ് ഉണ്ട്, ഒരു കണ്ടിന്യൂസ് കർവ് ഇൻ എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിനിൻ്റെ ഒരു കർവാണിത്, ക്ലോസ്ഡ് കർവാണ് സി. ഇതിൻ്റെ ഏരിയ, ഈ ഒരു ഞാൻ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ആ ഒരു റീജിയൻ്റെ ഏരിയ ആണ് നമ്മൾ കാണുന്നത് ഗ്രീൻസ് തിയറം വെച്ചിട്ട്. മെയിനായിട്ട് ഇതിനകത്ത് ഗ്രീൻസ് തിയറം വെച്ചിട്ട് ഏരിയ കാണുക എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയൻ്റെ ഏരിയ ആണ് കാണുന്നത്. അപ്പോൾ ഈ ഗ്രീൻസ് തിയറത്തിനകത്ത് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. വെരിഫൈ ചെയ്യാൻ ചോദിക്കും. വെരിഫൈ ഗ്രീൻസ് തിയറം, വെരിഫൈ ഗ്രീൻസ് തിയറം, ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ, ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ. ഇനി ഏരിയ അണ്ടർ ദ കർവ് യൂസിങ് ഏരിയ കാണാൻ, ഗ്രീൻസ് തിയറം വെച്ചിട്ട് ഏരിയ കാണാൻ. ഇനി ഗ്രീൻസ് തിയറം വെച്ചിട്ട് വർക്ക് ഡൺ കാണാൻ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചാണ് എഫ് ഡോട്ട് ഡി ആർ, അത് തന്നെ ഗ്രീൻസ് തിയറം വെച്ചിട്ട് കാണാനുള്ള പ്രോബ്ലം ചോദിക്കും. ഇത്രയും ടൈപ്പാണ് നമുക്ക് ഇതിനകത്ത് ഗ്രീൻസ് തിയറത്തിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ വർക്ക് ഡണ്ണിൻ്റേത് ഇടയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കൂടുതലും ചോദിക്കുന്ന ഏരിയ കാണുന്ന പ്രോബ്ലം ആണ്. ഏരിയ കാണുന്ന ഒരു പ്രോബ്ലം എ പാർട്ടിൽ ചെറിയ 3 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുക, അതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഇൻ്റഗ്രേഷനിലേത്, അത് ഞാൻ പറയുന്നു. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചു. ഇനി ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷനകത്ത് ഫസ്റ്റ് സെമ്മിൽ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഡബിൾ ഇൻ്റഗ്രേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്, ട്രിപ്പിൾ ഇൻ്റഗ്രേഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ നമുക്ക് സമയമില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, നോട്ട് ചെയ്ത് വെക്കുക. പരാബോള, പരാബോളയുടെ ഫോം y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax എന്ന് പറയുന്ന പരാബോളയുടെ ഫിഗർ ആണ്. ഇങ്ങനെയാണ് പരാബോള വരുന്നത്. നിങ്ങൾ ബുക്കിനകത്ത് കറക്റ്റായിട്ട് വരയ്ക്കണേ. y സ്ക്വയർ ഇസ് ഈക്വൽ മൈനസ് 4ax എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഒരു പരാബോളയാണ്. ഇനി അടുത്തത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ 4ay, അതേപോലെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ മൈനസ് 4ay എന്ന് പറയുന്നത്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ 4ay എന്ന് പറയുമ്പോൾ അപ്വേർഡ് പരാബോളയാണ്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ മൈനസ് 4ay എന്ന് പറയുമ്പോൾ ഡൗൺവേർഡ് പരാബോളയാണ്. ആക്സിസ് മാർക്ക് ചെയ്തേക്കണം. ഇത് എക്സ്, ഇത് വൈ, എക്സ്, ഇത് വൈ. ഓക്കെ, ഇത് എക്സ്, വൈ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ലൈൻ്റെ ഇക്വേഷൻ വേണം. ലൈൻ്റെ ഇവിടെ ചോദിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവർ ചോദിക്കുന്നുണ്ട്. ലൈനും പരാബോളയും കൂടെ വരുന്ന കമ്പൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ ലൈൻ y ഈസിക്കൽ ടു എക്സ് അല്ലെങ്കിൽ x ഈസിക്കൽ y എന്ന് പറയുന്ന ലൈൻ്റെ ഫോർമുല, ലൈൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെ, y ഈസിക്കൽ ടു എക്സ്, ലൈൻ ഇങ്ങനെ വരും. ഇനി എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു സി ആണെങ്കിൽ, എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു സി എന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ ഫിഗർ ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ ഒരു ലൈനാണ് വരുന്നത്. പോയിന്റ് വരുന്നത് C0 0 C 0 C C0 0 C, എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു സി. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് എക്സ് പ്ലസ് വൈ ഈസിക്കൽ 1 ആയിരിക്കും ചോദിക്കുന്നത്. എക്സ് പ്ലസ് വൈ ഈസിക്കൽ 1. അപ്പോൾ എങ്ങനെ വരും? പോയിന്റ് എങ്ങനെ വരും? ഇത് 1 0, ഇത് 0 1. ഓക്കെ,
ഓക്കെ ആണോ? ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഗ്രീൻസ് തിയറത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ലാസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 7 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഗ്രീൻസ് തിയറം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് 2018-ലും 2017-ലും KTUവിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ നിങ്ങൾ ഏറ്റവും അവസാനം എഴുതിയിട്ടുള്ള പരീക്ഷയിൽ 7 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എഴുതിക്കോ. വെരിഫൈ ഗ്രീൻസ് തിയറം. വെരിഫൈ ഗ്രീൻസ് തിയറം for integral over C xy plus y square dx plus x square dy where C is bounded by y is equal to x and y is equal to x square. 2017 ജൂലൈ ചോദിച്ചിട്ടുണ്ട്, 2018 ഏപ്രിൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും അവസാനം എഴുതിയ 2023 ജൂണിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രീൻസ് തിയറത്തിന്റെ ഇക്വേഷൻ എഴുതുക. 1 മാർക്ക്. ഗ്രീൻസ് തിയറം എന്താ? ഗ്രീൻസ് തിയറം ഇന്റഗ്രൽ ഓവർ C f dx പ്ലസ് g dy is equal to ഡബിൾ ഇന്റഗ്രൽ ഓവർ R ഡോ g ബൈ ഡോ x മൈനസ് ഡോ f ബൈ ഡോ y ഇൻറ്റു dx dy. അപ്പോൾ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 1 മാർക്ക്. ഇനി നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എന്താണ്? xy പ്ലസ് വൈ സ്ക്വയർ dx പ്ലസ് എക്സ് സ്ക്വയർ dy. ഇനി നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എഫും ജിയും എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എഫും ജിയും ഐഡന്റിഫൈ ചെയ്ത് എഫ് എന്താണ്? xy പ്ലസ് വൈ സ്ക്വയർ. ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യനും ഈ ഗ്രീൻസ് തിയറത്തിന്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എഫിന്റെ സ്ഥാനത്ത് കിടക്കുന്നത്, അതായത് എഫ് എന്ന് പറയുന്നത് എന്താണ്? dxന്റെ കൂടെയുള്ള ടൈമാണ് കേട്ടോ. dxന്റെ കൂടെ കിടക്കുന്ന ടൈമാണ് എഫ്, dy-യുടെ കൂടെ കിടക്കുന്ന ടൈമാണ് ജി. അപ്പോൾ അത് മാറിപ്പോകല്. ചില ക്വസ്റ്റ്യനകത്ത് അവർ ആദ്യം dy കൊണ്ടുവന്ന് എഴുതിയിട്ട് നിങ്ങളെ തെറ്റിക്കാനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ dxന്റെ കൂടെ കിടക്കുന്ന വേണം നിങ്ങൾ എഫ് ആയിട്ട് എടുക്കാൻ. അപ്പോൾ dxന്റെ കൂടെ എന്താണ് കിടക്കുന്നത്? xy പ്ലസ് വൈ സ്ക്വയർ. ജി എന്ത് വരും? അപ്പോൾ dy-യുടെ കൂടെ എന്താണ് കിടക്കുന്നത്? എക്സ് സ്ക്വയർ. ഇനി ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെ കണ്ടുപിടിച്ച് ഡോ എഫിനെ എന്താ ചെയ്യേണ്ടത്? ഡോ എഫ് ബൈ ഡോ വൈ. അപ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിച്ച് വിത്ത് റെസ്പെക്ട് വൈ ഇതിനെ ഡെറിവേറ്റീവ് എടുത്തി. അപ്പോൾ എന്ത് കിട്ടുന്നു? എക്സ് പ്ലസ് 2y. അടുത്ത ഡോ ജി ബൈ ഡോ എക്സ് എന്ത് കിട്ടുന്നു? 2x. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു പോകുന്നത് നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇതിനകത്തൊക്കെ കുറച്ച് മാർക്കൊക്കെ കിട്ടാനായിട്ടാണ്, ഇൻ്റഗ്രേഷൻ പാടായിട്ടുള്ളവർക്ക്. അപ്പോൾ അത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഇൻ്റഗ്രേഷനകത്തുള്ള ഈ സാധനത്തിനകത്തോട്ട് ഇത് കൊടുക്കുന്നു. അപ്പോൾ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഒന്നും ലഭിക്കേ. ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ എന്താ കിട്ടുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ് എന്താ കിട്ടിയത്? 2x മൈനസ് എക്സ് പ്ലസ് 2y വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 2x മൈനസ് എക്സ് മൈനസ് 2y. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി. അപ്പോൾ എന്ത് കിട്ടുന്നു? എക്സ് മൈനസ് 2y എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ എന്താണ്? ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഗ്രീൻസ് തിയറം എഴുതാൻ പോകുന്നു. ഇന്റഗ്രൽ ഓവർ C xy പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു എക്സ് സ്ക്വയർ ഡി വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഡബിൾ ഇന്റഗ്രൽ ഓവർ R ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ. അതിപ്പോൾ കിട്ടിയിട്ടുണ്ട്. എന്താ കിട്ടിയത്? എക്സ് മൈനസ് 2y എന്ന് കിട്ടി ഇൻറ്റു ഡി എക്സ് ഡി വൈ എന്ന് കിട്ടി. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് LHSന്റെ സൈഡും RHSന്റെ സൈഡും കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മൾ RHSന്റെ സൈഡാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. റൈറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പോകും. റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ
ഓവർ ആറ് എക്സ് മൈനസ് 2y ഡി എക്സ് ഡി വൈ വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് ഫിഗർ വേണം. ഫിഗർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റഗ്രൽ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഫിഗർ എങ്ങനെ വരയ്ക്കുന്നത്? ഇവിടെ അവർ തന്നിട്ടുണ്ട് y ഈക്വൽ എക്സ് എന്നും y ഈക്വൽ എക്സ് എന്നും തന്നിട്ടുണ്ട്. ഞാൻ തൊട്ട് മുന്നേ ഞാൻ കുറേ അധികം ഫിഗർ വരച്ചിട്ടുണ്ട്. അതിനകത്ത് നോക്കി y ഈക്വൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിഫൈ ചെയ്തേ. y ഈക്വൽ എക്സ് എന്താണ്? സ്ട്രൈറ്റ് ലൈൻ ആണോ? സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണ് കേട്ടോ. y ഈക്വൽ എക്സ്, y ഈക്വൽ എക്സ് സ്ക്വയർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? y ഈക്വൽ എക്സ് സ്ക്വയർ ഫിഗർ നോക്കിയിട്ട് പറഞ്ഞേ. y ഈക്വൽ എക്സ് സ്ക്വയർ, y ഈക്വൽ എക്സ് സ്ക്വയർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പറഞ്ഞേ. y ഈക്വൽ എക്സ് സ്ക്വയർ എന്താണ്? എന്താണ് y ഈക്വൽ എക്സ് സ്ക്വയർ? ഞാൻ കുറേ മുന്നേ ഫിഗർ തന്നിട്ടുണ്ട്, അതിനകത്ത് നോക്കിയിട്ട് പറയാം ആരെങ്കിലും. അപ്പോൾ നമ്മുടെ ഫിഗർ വരുവാണ്. ഇതാണ് y ഈക്വൽ എക്സ് സ്ക്വയർ. ഇനി എന്താണ് വരുന്നത്? y ഈക്വൽ എക്സ്. ഓക്കെ, ഇത് y ഈക്വൽ എക്സ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതായിരിക്കും? ഈ പോയിന്റ് ഏതായിരിക്കും? ഒരു പരാബോളയും ഒരു ലൈനും കൂടെ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതായിരിക്കും? ഏതായിരിക്കും പോയിന്റ്? 1 പോയിന്റ് ആയിരിക്കും. ഈ 1 പോയിന്റ് എങ്ങനെ എനിക്ക് കിട്ടുന്നേ? 1 പോയിന്റ് എങ്ങനെ എനിക്ക് കിട്ടുന്നേ? നമ്മൾ പണ്ട് +2 പഠിക്കുന്ന എക്സ് വൈ, എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുന്നു, വൈയുടെ സ്ഥാനത്ത് y ഈക്വൽ ടു എക്സ്. ഫസ്റ്റ് ഇക്വേഷൻ. എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ y എന്താവും? 0 ആവും. എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ y എന്താവും? 1 ആവും. എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ 2 ആയി. ഓക്കെ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? y ഈക്വൽ എക്സ് സ്ക്വയർ അല്ലേ? എക്സ് വൈ, എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ y എന്താവും? 0 ആകുമോ? 0 ആകും. ആകില്ലേ? അല്ലെ y മുകളിൽ എഴുതും, y താഴെ എക്സ് എഴുതും. ഓക്കെ. വൈയുടെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ എക്സ് 0 ആയി. വൈയുടെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ എക്സ് എന്താവും? 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 എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1, എക്സ് ഈസ് ഈക്വൽ ടു, കിട്ടിയോ? അപ്പോൾ രണ്ടിന് കോമൺ ആയിട്ടുള്ള പോയിന്റ് ഏതാ? രണ്ടിന് കോമൺ ആയിട്ടുള്ള പോയിന്റ് ഏതാ? രണ്ട് ഇക്വേഷന് കോമൺ ആയിട്ടുള്ള പോയിന്റ് ഏതാ? കോർഡിനേറ്റ് ഏതാ? നോക്കിയിട്ട് പറഞ്ഞേ. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏതാ? 1 അങ്ങനെയാണ് ഇത് കിട്ടുന്നത് കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, 1. അപ്പോൾ ഇത്രയും കാര്യം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ട്രിപ്പ് എടുക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇതാണ്. റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഈ ഒരു പോർഷനാണ് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ. അപ്പോൾ ഈ റീജിയൻ ഓഫ് ഇന്റഗ്രേഷനാണ് നമ്മൾ ഡബിൾ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡബിൾ ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ സ്ട്രിപ്പ് എടുക്കുവാണ്. സ്ട്രിപ്പൊക്കെ എടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാനത് പറഞ്ഞുതരാം. സ്ട്രിപ്പ് എടുക്കുന്നത് ആ ഒരു പോർഷൻ മാത്രം ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കുവാണേ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്ട്രിപ്പ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് സ്ട്രിപ്പ് എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് y ആക്സിസിന് പാരലായിട്ടുള്ള സ്ട്രിപ്പാണ് എടുക്കുന്നത്. y ആക്സിസിന് പാരലായിട്ടുള്ള സ്ട്രിപ്പ് എടുക്കുന്നു. y ആക്സിസിന് പാരലായിട്ടുള്ള എൻ്റെ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ സ്ട്രിപ്പ്. y ആക്സിസിന് പാരലായിട്ടുള്ള സ്ട്രിപ്പ് എടുത്തു. അപ്പോൾ അതിനകത്ത് ഞാൻ നമ്മുടെ ഈ ഫിഗറിനകത്ത് ഞാൻ വരച്ച് കാണിക്കാം. ഓക്കെ. ഇനി ഈ സ്ട്രിപ്പ് നമ്മൾ മൂവ് ചെയ്യുവാണ് ചെയ്യുന്നത്. സ്ട്രിപ്പ് മൂവ് ചെയ്യുന്നു. ഈ കോർഡിനേറ്റ് 0 0 ആണ് വരുന്നത്. ഈ സ്ട്രിപ്പ് മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത് പറയുമോ? ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അതായത് മുകളിലോട്ട് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു കർവിനകത്ത് കിടന്ന് മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത്? ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, നേരെ താഴോട്ട് വരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് വേരി ചെയ്യുന്നത്? എന്തായിരിക്കും ഇവിടെ വേരി ചെയ്യുന്നത്? പറയുമോ ആർക്കെങ്കിലും? എന്തായിരിക്കും ഇവിടെ വേരി ചെയ്യുന്നത്? ഏതായിരിക്കും വേരി ചെയ്യുന്നത്?
എക്സിന്റെ വാല്യൂ അല്ലേ വേരി ചെയ്യുന്നത്. അതായത് 0-യിൽ നിന്നും ഇതിപ്പോ 1 0 ആണെങ്കിൽ എക്സ് വേരീസ് ഫ്രം 0 to 1. അപ്പോൾ നമുക്ക് ഒരു ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്, എക്സിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. എക്സ് വേരീസ് ഫ്രം 0 to 1 എന്ന് കിട്ടി. ഇനി y എന്താ നോക്കുന്നേ? y ആക്സിസ്, അതായത് സ്ട്രിപ്പിന്റെ താഴ്ഭാഗം എവിടെ ടച്ച് ചെയ്യുന്നത് നോക്കിയേ. സ്ട്രിപ്പിന്റെ താഴ്ഭാഗം എവിടെ ടച്ച് ചെയ്യുന്നത്? എന്തിലാണ് ടച്ച് ചെയ്യുന്നത്? സ്ട്രിപ്പിന്റെ താഴ്ഭാഗം എവിടെ ടച്ച് ചെയ്യുന്നത്? എന്തിലാണ് ടച്ച് ചെയ്യുന്നത്? സ്ട്രിപ്പിന്റെ താഴ്ഭാഗം പരാബോളയില്. സ്ട്രിപ്പിന്റെ മുകൾ ഭാഗം എവിടെ ടച്ച് ചെയ്യുന്നത്? ലൈനില്. അപ്പോ നമ്മൾ വൈയിലുള്ള ഇക്വേഷൻ ആണ് ഫോം ചെയ്യുന്നത് അല്ലേ? y വേരീസ് ഫ്രം y ഈസ് ഈക്വൽ ടു അല്ലേ? അപ്പോൾ y വേരീസ് ഫ്രം ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞ y വേരീസ് ഫ്രം y ഈസ് ഈക്വൽ ടു x അല്ലേ? x ടു y ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് എന്താ വരുന്നത്? പരാബോളയുടെ ഇക്വേഷൻ അല്ലേ എഴുതണ്ടേ? പരാബോളയുടെ ഇക്വേഷൻ എന്താ? സോറി, ലോവർ ലിമിറ്റ് അല്ലേ? y ഈസ് ഈക്വൽ x സ്ക്വയർ. y ഈസ് ഈക്വൽ x സ്ക്വയർ ടു അപ്പർ ലിമിറ്റ് എന്താ? ലൈൻ അല്ലേ? ലൈൻ എന്താ വരുന്നത്? y ഈസ് ഈക്വൽ ടു എന്താ വരുന്നേ? നിങ്ങൾ ആ സ്ട്രിപ്പിന്റെ മുകൾ ഭാഗം എവിടെ ടച്ച് ചെയ്യുന്നത് നോക്കിക്കേ. സ്ട്രിപ്പിന്റെ മുകൾ ഭാഗം എവിടെ ടച്ച് ചെയ്യുന്നേ? ലൈനിലല്ലേ ടച്ച് ചെയ്യുന്നേ? ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? y ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? x. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ ലിമിറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് എഴുതി വെച്ചിരുന്ന കാര്യം ഞാൻ ഇവിടെ ഒന്ന് എഴുതുവാണ്. ഇന്റഗ്രൽ ഓവർ r x - 2y dx dy എന്നാണ് എഴുതിയേക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്ന കോൺസ്റ്റന്റ് ലിമിറ്റ് ഏതാണ്? കോൺസ്റ്റന്റ് ലിമിറ്റ് ഏതാ ഇതിലെ? എക്സ് അല്ലേ കോൺസ്റ്റന്റ് ലിമിറ്റ്? ആണോ? അല്ലേ? അപ്പൊ എക്സിന്റെ ആണ് നമുക്ക് 0 to 1 എന്ന് അറിയാവുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓർഡർ നമ്മൾ മാറ്റുന്നു. dx dy എന്ന് എഴുതിയേക്കുന്നത് dy dx ആക്കണം. അപ്പൊ എങ്ങനെ വരും? x - 2y dy dx ആക്കി. ഇനി അപ്പൊ എന്താ? dy അകത്താണ് കിടക്കുന്നത്. അപ്പൊ dy യുടെ ലിമിറ്റ് ഇവിടെ കൊടുക്കുന്നു. x സ്ക്വയർ ടു x, y വേരീസ് ഫ്രം x സ്ക്വയർ ടു x, x വേരീസ് ഫ്രം 0 to 1. ഇനി ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. ഫസ്റ്റ് നമ്മൾ എന്തിലാ ചെയ്യേണ്ടത് ഇന്റഗ്രേഷൻ? ഫസ്റ്റ് നമ്മൾ dy യിലാണ് ഇന്റഗ്രേഷൻ, വൈയിലാണ് ചെയ്യേണ്ട ഇന്റഗ്രേഷൻ. അപ്പോൾ വൈയിൽ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ഇന്റഗ്രൽ 0 to 1 എക്സിന്റെ ഇന്റഗ്രൽ എന്താ? വിത്ത് റെസ്പെക്ട് വൈയിൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? xy മൈനസ് 2 ഇൻറ്റു വൈൻ്റെ ഇന്റഗ്രൽ എന്താ? y സ്ക്വയർ ബൈ 2 x സ്ക്വയർ ടു x, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുത്തു dx. ഈ 2ഉം 2ഉം കട്ടായിപ്പോയി. നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? ഇന്റഗ്രൽ 0 to 1 xy മൈനസ് y സ്ക്വയർ എന്ന് കിട്ടി, x സ്ക്വയർ ടു x dx. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമ്മൾ കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇന്റഗ്രൽ 0 to 1 അപ്പർ ലിമിറ്റ് കൊടുത്ത് x ആണ് ഈ ഒരു ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്നത്, ഫുൾ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വൈൻ്റെ അവിടെ കൊണ്ട് x കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? x സ്ക്വയർ മൈനസ് x സ്ക്വയർ അപ്പർ ലിമിറ്റ് കഴിഞ്ഞ് ലോവർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് x സ്ക്വയർ ആണ്. വൈൻ്റെ അവിടെ x സ്ക്വയർ കൊടുക്കുമ്പോൾ x ഇൻറ്റു x സ്ക്വയർ ആണ്. അപ്പോൾ x ക്യൂബ് ആയി. x ക്യൂബ് മൈനസ് എന്ത് കിട്ടുന്നു? x റൈസ് ടു 4 dx എന്ന് കിട്ടി. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയേ. ഇപ്പം എന്ത് കിട്ടുന്നു? ഈ x സ്ക്വയർ മൈനസ് x സ്ക്വയർ എന്തായി പോവും? 0 ആയി പോവും അല്ലേ? ബാക്കി എന്തുണ്ട്? മൈനസ് x ക്യൂബ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി. അപ്പോൾ പ്ലസ് x റൈസ് ടു 4 dx എന്ന് കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് കിട്ടുന്നു? മൈനസ് x ക്യൂബ് ബൈ 4, സോറി x റൈസ് ടു 4 ബൈ 4 പ്ലസ് x റൈസ് ടു 5 ബൈ 5 0 to 1 എന്ന് കിട്ടി. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ മതി. എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു. അപ്പോൾ മൈനസ് 1/4 പ്ലസ് 1/5. ലോവർ ലിമിറ്റ് 0 ആണ്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്ത് കിട്ടിയ ആൻസർ? മൈനസ് 1/20 എന്ന് കിട്ടി. ഇതാണ് ഫൈനലായിട്ടുള്ള ആൻസർ. RHSന്റെ സൈഡിൽ നമുക്ക് വെരിഫൈ ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ RHS ആണ് കണ്ടുപിടിച്ചത്. ഇനി ലെഫ്റ്റ് സൈഡും നമ്മുടെ ഗ്രീൻ സ്ക്വയർത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് പോർഷനും നമ്മൾ ഇതേപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ചെയ്തിട്ട് അപ്പോൾ മൈനസ് 1/20 കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മൈനസ് 1/20 കിട്ടിയോ? എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ LHSന്റെ സൈഡ് എഴുതുന്നു. LHS എന്തായിരുന്നു? ഇന്റഗ്രൽ ഓവർ c xy പ്ലസ് y സ്ക്വയർ dx പ്ലസ് x സ്ക്വയർ dy. ഇതാണ് കാണേണ്ടത്.
അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് -1/20 കിട്ടണം. ഓക്കെ, ഇതെങ്ങനെ കാണാം? അതായത് തൊട്ട് മുകളിലുള്ള ഫിഗർ തന്നെ ഞാൻ എടുക്കുവാണ്. തൊട്ട് മുകളിലെ ഫിഗറിലേക്ക് ഞാൻ പോകുന്നു. തൊട്ട് മുകളിലെ ഫിഗറിനകത്ത് നോക്കുമ്പോൾ ഇവിടെ ലൈൻ ഇൻ്റഗ്രലാണ് വന്നേക്കുന്നത്. ലൈൻ ഇൻ്റഗ്രൽ. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ വരുമ്പോഴത്തേക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ലൈൻ ഇൻ്റഗ്രൽ വരുമ്പോൾ നമ്മൾ ഓരോ പാത്തായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, പാത്തിന് പേര് കൊടുക്കാൻ പോവാണ് ഞാൻ. ഓരോ പാത്തായിട്ട് എടുക്കുന്നു. ഇത് O എന്ന് കൊടുത്തു, ഇവിടെ O, ഇത് A. അപ്പോൾ O to A എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ആരോ മാർക്ക്, ഒരു സെക്കൻഡ് വേറെ കളർ എടുക്കാം. ഇത് O, കളർ മാറി, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് O, ഇത് A പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാത്ത് എടുക്കുന്നത് O to A, ഈ ഒരു പാത്താണ് എടുക്കുന്നത്, O to A. ഇതിൽ നിന്ന് പിന്നെ നമ്മൾ എടുക്കുന്നത് എയിൽ നിന്നും ഓയിലേക്ക് എത്തുന്നു, അതായത് ഇങ്ങോട്ട് വരും. ഓക്കെ, അതാണ് സംഭവം. രണ്ട് പാത്ത്. ഞാൻ ഇവിടെ താഴെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ആ ഒരു പോർഷൻ മാത്രമേ വരയ്ക്കുന്നോളെ. ഇങ്ങനെ, ഇതാണ് സംഭവം. ഇത് O, ഇത് A. എയുടെ കോർഡിനേറ്റ് 1, 1, ഓയുടെ കോർഡിനേറ്റ് ഒറിജിൻ ആണ് 0, 0. നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ വരുമ്പോഴത്തേക്ക് പാത്തായിട്ട് എടുക്കുന്നത് O to A മൂവ് ചെയ്യുന്നു, അവിടെ നിന്നും A to ഓയിൽ എത്തും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ OA പ്ലസ് AO. അപ്പോൾ ഓരോ പാത്തിലുള്ള നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ആ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -1/20 കിട്ടണം. എങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഇനി എടുക്കാൻ പോവാണ്. ആദ്യം നമുക്ക് എലോങ് OA ചെയ്യാം. എലോങ് OA എന്ന് പറയുമ്പോൾ OA എന്താണ്? OA എന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷൻ ആണ്? നിങ്ങളുടെ ബുക്കിനെ നോക്കിയിട്ട് പറഞ്ഞ് OA എന്ന് പറയുന്നത് എന്താണ്? എന്താ OA? പരാബോള. പരാബോളയുടെ ഇക്വേഷൻ എന്തായിരുന്നു? x² = y അല്ലേ? ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലെ കാര്യങ്ങളൊക്കെ അറിയാം. ലൈൻ ഇൻ്റഗ്രലാണ് വന്നേക്കുന്നത്. അപ്പോൾ x² y എന്ന് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യണം. ഇൻ്റഗ്രൽ ഓവർ CA xy പ്ലസ് y² dx പ്ലസ് x² dy. ഇതിനെ എങ്ങനെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും? ഒരു ഇക്വേഷനും തന്നിട്ടുണ്ട്. എങ്ങനെ ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമല്ലേ? ലൈൻ ഇൻ്റഗ്രലിനകത്ത് ഞാൻ പറഞ്ഞതല്ലേ ഒറ്റ വേരിയബിളോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന്. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഓർക്കുന്നുണ്ടോ? ഇവിടെ എന്താ കൊടുക്കണ്ടേ? y ഉള്ളിടത്തെല്ലാം കൊണ്ട് എന്ത് കൊടുക്കണം? y ഉള്ളിടത്ത് എന്ത് കൊണ്ടുവരാം? x² കൊടുക്കണം. അപ്പോൾ എല്ലാം x0 ആകത്തില്ലേ? ഒറ്റ വേരിയബിളോട്ട് ആകത്തില്ലേ? ലൈൻ ഇൻ്റഗ്രൽ വരുമ്പോൾ, ഒറ്റ സിംഗിൾ ഇൻ്റഗ്രൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റ വേരിയബിളിലോട്ട് മാറ്റിയിട്ട് വേണം ഇൻ്റഗ്രേഷൻ ചെയ്യാൻ. കൊടുത്തേ. അപ്പോൾ ഇൻ്റഗ്രൽ xy പ്ലസ് y² dx പ്ലസ് x² dy ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. ഇവിടെ dx ഉണ്ട്, dy ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ y-യുടെ സ്ഥാനത്ത് x കൊടുക്കുക. അപ്പോൾ dy-യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? ഇതിനെ ഡെറിവേറ്റീവ് എടുത്തേ, എന്ത് കിട്ടും? 2x dx ഈസ് ഈക്വൽ ടു dy. അപ്പോൾ dy-യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2x dx കൊടുക്കണം. ഓക്കെ, കൊടുത്തേ, ബാക്കി കൊടുത്തേ. ലിമിറ്റ് ഞാൻ പിന്നീട് പറയാം. x ഇൻറ്റു y-ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? x² കൊടുത്തു, പ്ലസ് y² സ്ഥാനത്ത് അപ്പോൾ എന്ത് കൊടുക്കാം? x² കൊടുക്കുമ്പോൾ x⁴ വന്നു അല്ലേ? x⁴ dx പ്ലസ് അടുത്ത എന്ത് വന്നു? x² ഇൻറ്റു 2x dx വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. ആ dx രണ്ടിലും കോമൺ ഉണ്ടല്ലോ, അതെടുത്ത് വെളിയിലിട്ട്. അപ്പോൾ ഇതെന്ത് വന്നു? x³ പ്ലസ് x⁴ പ്ലസ് 2x³ dx. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്? ഒരു x³ ആണ്. ലാസ്റ്റ് ടേം എന്താണ്? 2x³ ആണ്. അപ്പോൾ ഒരു x³ പ്ലസ് 2x³ എന്താണ്? 3x³ 3x³ പ്ലസ് x⁴ dx എന്ന് കിട്ടി. ഇനി ലിമിറ്റ് വേണം. ലിമിറ്റ് നിങ്ങൾ നോക്കുക, ഇവിടെ എല്ലാം എക്സിലാണ് ആയിട്ടുള്ളത്. അപ്പോൾ എക്സ് വേരീസ് ഫ്രം എങ്ങനെയാണ് വരുന്നത്? എക്സ് വേരീസ് ഫ്രം എങ്ങനെയാണ് വരുന്നത്? കോർഡിനേറ്റ് നോക്കിയേ, 0, 0 to 1, 1 എന്നല്ലേ ഞാൻ തന്നേക്കുന്നത്, ആണോ? അപ്പോൾ എക്സിന്റെ ലിമിറ്റ് എന്താ? എക്സ് വേരീസ് ഫ്രം, ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞു, എക്സ് വേരീസ് ഫ്രം 0 to 1. 0 to 1. ഇനി ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. കണ്ടുപിടിച്ചേ, ആൻസർ പറഞ്ഞു തന്നിട്ട്. വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു x⁴/4 പ്ലസ് x⁵/5 0 to 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3/4 പ്ലസ് 1/5. അപ്പോൾ എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു 19/20 കിട്ടി.
ഇതിപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എലോങ് ഒ എ ആ കിട്ടിയത്. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എ ഒയും ചെയ്യുക. അപ്പോൾ എ ഒ കാണണം. ഒ എ എല്ലാവർക്കും കിട്ടിയോ? അതുപോലെ തന്നെ നമ്മൾ അടുത്ത പാത്തിലേക്ക് പോവാണ്. അടുത്ത പാത്ത് എന്ന് പറയുന്നത് എലോങ് എ ഒ. എ ഒ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? ഇതാണ് എ ഒ. നോക്കി, അപ്പോൾ ഇതെന്താണ്? ഇതെന്താ സംഭവം? ലൈനല്ലേ? അത് y = x. ഇതേപോലെ തന്നെ നമ്മൾ വൈയുടെ സ്ഥാനത്ത് കൊണ്ട് എക്സ് കൊടുക്കണം. അപ്പോൾ ഡി വൈ എന്താവും? ഡി വൈ ഉള്ളിടത്ത് ഡി എക്സ് എന്ന് കൊടുത്താൽ മതി അല്ലേ? ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി വൈ = dx അല്ലേ? ലിമിറ്റ് എങ്ങനെയാണ് വരുന്നത്? മുകളിൽ നിന്ന് താഴോട്ടാണ്. 1 1 0 0. അപ്പോൾ എന്താ വരുന്നത്? y വേരീസ് ഫ്രം എക്സ് വേരീസ് ഫ്രം എങ്ങനെയാണ് വരുന്നത്? എക്സ് വേരീസ് ഫ്രം എല്ലാം എക്സിലോട്ടല്ലേ ആക്കുന്നത്. എക്സ് വേരീസ് ഫ്രം 1 to 0 ആണ് കേട്ടോ. 1ൽ നിന്നും 0യിലേക്കാണ് വരുന്നത്, മുകളിൽ നിന്നും താഴേക്കാണ് വരുന്നത്. അപ്പോൾ എക്സ് വേരീസ് ഫ്രം 1 to 0. ഇനി കൊടുത്തു. ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ എ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ = ഇന്റഗ്രൽ 1 to 0 വൈ ഉള്ളിടത്തല്ലേ എക്സ് കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് നമ്മൾ എടുത്ത് വെളിയിലിട്ടു. ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ത് കിട്ടും? 3x². ഇന്റഗ്രൽ 1 to 0 3x² dx വിച്ച് ഈസ് ഈക്വൽ ടു 3 എടുത്ത് വെളിയിലിട്ടേ. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? x³ / 3 ആണോ? x³ / 3 1 to 0 വിച്ച് ഈസ് ഈക്വൽ ടു 3 3 കട്ടായി പോയി. ആൻസർ എന്ത് കിട്ടുന്നു? ആൻസർ എന്ത് കിട്ടും? 0 - 1 വിച്ച് ഈസ് ഈക്വൽ -1 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? എലോങ് എ ഒയും കിട്ടിയിട്ടുണ്ട്, ഒ എയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്വേഷൻ നമ്പർ ഇതിന് ഇക്വേഷൻ നമ്പർ എന്തെങ്കിലും കൊടുക്കുക. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചോ. ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചോ കേട്ടോ. LHSന്റെ സൈഡിലുള്ളത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2-നകത്തോട്ട് കൊണ്ടേ കൊടുക്കാൻ പോവാണ്. ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ് 2 എന്തായിരുന്നു? ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ = ഇന്റഗ്രൽ ഒ എ പ്ലസ് എ ഒ എന്ന് എഴുതിയ. ഒ എ എന്തായിരുന്നു കിട്ടിയത്? 19/20 ആണ് കിട്ടിയത്. പ്ലസ് ഇതെന്ത് കിട്ടി? -1 എന്നും കിട്ടിയിട്ടുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക് ആൻസർ? എന്ത് കിട്ടും ആൻസർ? -1/20 കിട്ടി. LHS = RHS എന്ന് പ്രൂവ് ചെയ്തോ? ചെയ്തിട്ടുണ്ടോ? ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് വെരിഫൈ ചെയ്യേണ്ടത്. 7 മാർക്കിന് കഴിഞ്ഞാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത്രയാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ബൈ ഗ്രീൻസ് തിയറം ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി 3x + y dx പ്ലസ് 2x + y dy. C is the circle x² + y² = a². 2018 മെയ്യിൽ 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കണ്ടോ, ഇവാലുവേറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ RHS മാത്രം കണ്ടുപിടിച്ചാൽ മതി. വെരിഫൈ ചോദിക്കുമ്പോഴാണ് LHS RHS ഒക്കെ കാണണ്ടേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്രീൻസ് തിയറത്തിൻ്റെ ആ ഒരു ഫോർമുല എഴുതണം. ഗ്രീൻസ് തിയറം അത് എഴുതാൻ വിട്ടുപോകല്. 1 മാർക്കുണ്ട്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡി എക്സ് പ്ലസ് ജി ഡി വൈ = ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യൻ അത് നോക്കിയിട്ട് നമ്മൾ എഫും ജിയും ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ഡോ ജി ബൈ ഡോ എക്സും കാണാം, ഡോ എഫ് ബൈ ഡോ വൈയും കാണാം. എഫ് എന്താണ്? 3x + y ആണ്. ജി എന്താണ്? 2x + y ആണ്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് എന്താണ്? ഡോ എഫ് ബൈ ഡോ വൈ എന്താണ് വരുന്നത്? ഒരു സെക്കൻഡ്. ഡോ എഫ് ബൈ ഡോ വൈ എന്താണ്? 1. ഡോ ജി ബൈ ഡോ എക്സ് എന്താണ്? 2. അത് ഇക്വേഷൻ അത് കൊടുത്തേ. ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ ഓവർ സി 3x + y dx പ്ലസ് 2x + y dy ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ
ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ എന്നല്ലേ. ഡോ ജി ബൈ ഡോ എക്സ് എന്താ കിട്ടിയത്? 2 മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ എന്താ 1 ഡി എക്സ് ഡി വൈ എന്നാണ് കിട്ടിയത്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? 1 ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഓക്കെ, അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഡബിൾ ഇൻ്റഗ്രലിനകത്ത് ഡി എക്സ് ഡി വൈ വരുവാണെങ്കിൽ ഫസ്റ്റ് സെമിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഡബിൾ ഇൻ്റഗ്രൽ ഡി എ ഇതാണ് ഏരിയ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഏരിയ ആണ് കേട്ടോ, ഏരിയ. അപ്പോൾ ഏരിയ അണ്ടർ ദ കർവ് വിച്ച് ഇസ് ഈക്വൽ ടു, താഴെ എഴുതുക, വിച്ച് ഇസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ കർവ്. ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ കർവ് എന്താണ്? ഇവിടുത്തെ കർവ് എന്താ? ഇവിടെ സർക്കിൾ അല്ലേ തന്നേക്കുന്നത്. അപ്പോൾ സർക്കിളിന്റെ ഏരിയ എന്താണ്? സർക്കിളിന്റെ ഏരിയ എന്താ? പൈ എ സ്ക്വയർ. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ. 3 മാർക്കിന് എ പാർട്ട് ചോദിക്കുന്നതാണ്, എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. പൈ എ സ്ക്വയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? എവിടെയെങ്കിലും ചോദിക്കാനുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, by Green's theorem evaluate integral over c x dy minus y dx where c is the circle x square plus y square is equal to a square. ഫസ്റ്റ് നമ്മൾ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ എഫും ജിയും ഒക്കെ ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് ഗ്രീൻസ് തിയറത്തിന്റെ ഫോർമുല നമ്മൾ ഒന്ന് എഴുതുന്നു. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡി എക്സ് പ്ലസ് ജി ഡി വൈ ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി വൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. ഇതിനകത്ത് എഫ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എഫ് എന്താണ്? എഫ് എന്ന് പറയുന്നത് ഡി എക്സിന്റെ കൂടെ കിടക്കുന്ന ടൈമാണ് മൈനസ് വൈ. ജി എന്ന് പറയുന്നത് ഡി വൈയുടെ കൂടെ കിടക്കുന്ന ടൈമാണ്. ക്വസ്റ്റിനകത്ത് നോക്കിയിട്ട് വേണം എഴുതാൻ എക്സ്. ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് -1, ഡോ ജി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 1. നമ്മുടെ ഈ ഗ്രീൻസ് തിയറത്തിനകത്തോട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 1 മൈനസ് -1, അപ്പോൾ 1 + 1 ഡി എക്സ് ഡി വൈ. അപ്പോൾ എന്ത് കിട്ടി? 2 ഡി എക്സ് ഡി വൈ, അതായത് 2 ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ വിച്ച് ഇസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു അടുത്ത എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞേ ഉള്ളൂ. എന്താണ്? ഏരിയ അണ്ടർ ദ കർവ് ആണോ? ഏരിയ അണ്ടർ ദ കർവ്. ഇവിടെ കർവ് എന്താണ്? സർക്കിൾ അല്ലേ. അപ്പോൾ സർക്കിളിന്റെ ഏരിയയുടെ കാണുന്ന ലൊക്കേഷൻ എന്താ? പൈ. ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് എ അല്ലേ, അപ്പോൾ പൈ എ സ്ക്വയർ. അപ്പോൾ ഫൈനൽ ആൻസർ 2 പൈ എ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്തത് ഏരിയ കാണുന്ന പ്രോബ്ലം ആണ്. ഏരിയ കാണുന്നത് എന്താ? ഗ്രീൻസ് തിയറം വെച്ചിട്ടുള്ള ഏരിയ കാണുന്ന കുറച്ച് പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ എഴുതിക്കോ. use a line integral to find the area enclosed by the ellipse, to find the area enclosed by the ellipse x square by a square plus y square by b square is equal to 1. ഇതെന്ന് പറയുന്നത് ജൂലൈ 2017 ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 2017 ചോദിച്ചിട്ടുണ്ട്, ജൂലൈ 2018 ചോദിച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് ഇതുവരെയും ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ബ്രേക്ക് ആണ്. ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ചെയ്യാം. 4:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക.